ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. കുറേ കാലമായി വീഡിയോ ഇട്ടിട്ടില്ലേ. എന്താ മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മൈക്ക് മേടിച്ചതിൻ്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട്. കാരണം ഞാൻ വേറൊരു സാധനം ഓർഡർ ആക്കിയതാണ്. അപ്പോൾ വന്നത് ഇതാ. അപ്പോൾ ഏതായാലും വന്നതല്ല. അപ്പോൾ റിട്ടേൺ അടിക്കണതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം വ്ളോഗിങ്, അതായത് മറ്റേ ട്രിപ്പും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചെറിയൊരു വണ്ടി പണിയെടുക്കണ ഒരു വീഡിയോ എന്നുള്ള ലെവലിലാണ് വീഡിയോ എടുക്കുന്നത്. ഏതായാലും കുറച്ചായാലും വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാന്നുള്ള ലെവലിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആഷിഖിൻ്റെ RX എന്താ ഇരിക്കണു. അപ്പോൾ അത് ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് അയച്ച് പണിയെടുക്കാനുള്ള പരിപാടിയാണ്. പെയിൻറ്റിങ്ങും ഇതൊക്കെ മാറ്റി ഫുള്ള് സെറ്റാക്കിയിട്ട് കളറൊക്കെ ചേഞ്ച് ആക്കാണ്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പണിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. കാരണം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കൊണ്ടുപോയൊരു ടാസ്ക്കാണ്. കാരണം പെട്ടെന്നത് ഒരു കിക്കറ് ടൈറ്റായി പോയി. അപ്പോൾ അത് വണ്ടി സ്റ്റാർട്ടാവില്ല, വള്ളിയാലും സ്റ്റാർട്ടാവില്ല, വണ്ടി നീങ്ങും. അപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റുക, നേരെ കടയിൽ കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് പാർട്സ് ആക്കിയിട്ട് അവർ പെയിൻ്റ് അടിച്ചിട്ട് ഫുൾ സെറ്റാക്കി തരുമെന്നാണ് പറഞ്ഞേക്കണേ. നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വണ്ടിയിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കയറില്ല. അപ്പോൾ ഇത് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആഷിക്ക്. എന്തല്ലേ സമൃദ്ധമായിട്ടുള്ള പണിയിലാണ് ആഷിക്ക്. ആഷിക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത്? ആഷിക്ക് അതിൻ്റെ തിരക്കിലാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ വണ്ടി നമ്മൾ ആദ്യം വിചാരിച്ച എവിടെ വെച്ചിട്ടാണ്, മറ്റേ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടതാണ്. മങ്ങാട് ജോബി ചേട്ടായിയുടെ അടുത്തിരുന്നു നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ആൾ പറഞ്ഞത് ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്, അപ്പോൾ ഇപ്പോൾ നടക്കില്ല. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായിട്ട് ആളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആൾ ഒരു മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിയിട്ട് ഇതുവരെ എത്തിച്ചു. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും ഉള്ളിൽ നടക്കില്ല. അപ്പോൾ ആൾ വിളിച്ച് നോക്കുമ്പോൾ ആൾക്ക് ഇപ്പോഴും തിരക്കാണ്, ഓണം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കണുള്ളൂ പറഞ്ഞു. അപ്പോൾ അയ്യോ സോറി, ഒരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ആശംസകൾ കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ് ഇപ്പോൾ വണ്ടി എടുക്കണില്ല, ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന് ശേഷമാണ് വണ്ടി എടുക്കണുള്ളൂ, കാരണം കുറേ വണ്ടികളുണ്ട് പറഞ്ഞു. നമുക്ക് അത്രയും ടൈം കാക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി കയറ്റിയിട്ട് വേറൊരു സ്ഥലം വരെ, അതായത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കുളപ്പുള്ളി. എടാ എന്താ കടയുടെ പേര് അശിക? കുളപ്പുള്ളി കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ പോയൊക്കെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിൽ റീലൊക്കെ. 2 വണ്ടികൾ ആ റോസ് കളറൊക്കെ അടിച്ചിട്ട് ഫ്രണ്ടൊക്കെ മന്തിയിട്ട് പോണ പവർ സാധനങ്ങൾ അല്ലേ ഊക്ക? അതന്നെ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. എന്നിട്ട് പണിയെടുക്കുക കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കുളപ്പുള്ളി എവിടെ കറക്റ്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി കുറേ നേരം ആശിക്ക് മല്ലി കെട്ടൽ തുടങ്ങിയിട്ട് ഇതുമേ. അപ്പോൾ അത് അയക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഇതൊന്ന് അയച്ചിട്ട് വണ്ടി കെട്ടട്ടെ. അപ്പോൾ നമ്മളിതാ ഇതയച്ചുകൊണ്ടിരിക്കുക. വീഡിയോ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അധികം യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഇത് അയച്ച് എടുത്തിരിക്കുന്നു. ഇത് നമ്മൾ എവിടെയാണ് ക്ലീൻ കൊടുക്കുന്നത്? അങ്ങനെ വണ്ടി ഉള്ളിൽ കയറ്റാൻ പോകട്ടോ.
കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ റിപ്പോർട്ടർ ഗിഫ്റ്റി ലൈനിൽ ചേരുന്നു. ആരാണ് നിങ്ങൾ? ഹലോ ഗിഫ്റ്റി, ഹലോ, കേൾക്കുന്നുണ്ടോ? ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. വണ്ടി കയറ്റി അല്ലാ മലങ്ങി എങ്ങനെയൊക്കെയോ തള്ളി തള്ളി കയറ്റി ആശികൾക്കാകെ അപ്പൊ അങ്ങനെ നമ്മുടെ ഇത് ഇനി നേരെ കൊണ്ടുപോണത് എങ്ങനെയാണ് ആശിക്ക? കുളപ്പള്ളി വണ്ടി ഇറക്കി കൊടുത്ത ഫുൾ സെറ്റുകൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് നമ്മൾ വരുള്ളൂ. അവർ പറയും അപ്പോൾ എന്തൊക്കെയാണ് വണ്ടി കിട്ടുകയെന്നൊക്കെ. അപ്പോൾ ഇനി ആരെങ്കിലും വണ്ടിയൊക്കെ മേടിക്കാണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളി കേട്ടോ, നമ്മൾ കാണിച്ചു തരാം. വണ്ടി നമ്മൾ അറിഞ്ഞിടത്തോളം കട അടിപൊളിയാണ്, ഉഷാറാണ് അല്ലേ ആശിക? ഇനി നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ. കാരണം വണ്ടിപ്പണി ഇഷ്ടമുള്ളവരാണ്, വണ്ടി വർക്ക് ചെയ്തിറക്കണ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളി. കാരണം ഇനി ഈ RX നമ്മൾ പണിയെടുത്ത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പണിയെടുക്കാൻ പോണത് നമ്മളീ മുതലാണ്. അത് കുറേ കാലമായി ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർക്കുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വർക്ക് തുടങ്ങും. അപ്പോൾ വണ്ടിപ്പണി വണ്ടിയുടെ വർക്ക് ചെയ്ത് ഇറക്കണതൊക്കെ കാണാൻ താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. കാരണം വീഡിയോസ് ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ. കാരണം വെള്ളം കുടിപ്പിച്ചു വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് കേട്ടോ. നമ്മൾ നേരെ ഇനി കുളപ്പള്ളി. വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നു. നമ്മൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്, പൾസർ 220. ഇത് വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഇതിലല്ലായിരുന്നു, പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്, പെട്ടെന്ന് എടുത്ത വണ്ടിയാണ്. അങ്ങനെ ഞാനും എടുത്തു വണ്ടി. ഇനി അങ്ങോട്ടും
കുറച്ചുകൂടി വണ്ടികൾ വരാനുണ്ട് ഇൻഷാല്ലാ. പടച്ചൻ തോഫീക്ക് ചെയ്തിട്ട് ദൈവം സഹായിച്ചാൽ ഞങ്ങൾ വീണ്ടും വണ്ടികളൊക്കെ വരും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിന്ന് നേരെ കുളപ്പള്ളിലേക്ക് കേട്ടോ, നേരെ വണ്ടി പണിയെടുക്കാനുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇറക്കി കൊടുക്കണം. ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ ബൈ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറ്റി വണ്ടി സ്റ്റാർട്ടാക്കി വെള്ളം കുടിച്ച് മുഖം കഴുകി. വണ്ടി കയറ്റേണ്ടതിൻ്റെ എക്സ്പീരിയൻസ് എന്താ നോക്കാം. വണ്ടി കയറ്റിയ ആകെ മലങ്ങിക്കോളൂ. എന്തായാലും നമ്മൾ ഗേറ്റ് തുറക്കട്ടെ. ഗേറ്റ് തുറന്നിട്ടോ. ഡ്രൈവർ സീറ്റിൽ ആഷിഖ്. അത് കഴിഞ്ഞിട്ട് നമ്മളിഞ്ഞ് നേരെ ചെക്കന്മാരൊക്കെ നോക്കാം. നമ്മൾ വണ്ടി ഇറങ്ങട്ടോ. നാട്ടിലാർക്കും അറിയില്ല അങ്ങനെ വ്ളോഗ് തുടങ്ങിയത്. അതാണ് ചെക്കന്മാരൊക്കെ നോക്കണത്. ഇതാണ്ടോ ചെക്കന്മാരതാ ക്യാമറ ഗൈസ്. നമ്മളെ പട്ടാമ്പിയുടെ റോഡിൻ്റെ അവസ്ഥ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ അവസ്ഥ. അപ്പോൾ കുറച്ചൊക്കെ കല്ലതൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ കുറച്ച് വഴുകിപ്പോയി, കാരണം കുറച്ച് ബാക്കിൽ കൂടെ ഇതൊക്കെയാണ് അവസ്ഥ. എന്തും നമുക്ക് മറ്റേ റോഡിനെ പറ്റി പറയാനുള്ളത് ആരെയും പറയണം, ആരൊക്കെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയണ്ട. ആഷിഖിൻ്റെ മറ്റേ ഓൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളെ പ്രതികരണങ്ങളും അറിയിക്കുക. ഓക്കെ, ഈ റോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം. പിടുത്തമിട്ട ബ്ലോക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണാവോ നമ്മൾ അങ്ങോട്ട് എത്തുക. അയ്യോ, ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ അത് കണ്ടു നോക്കുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഏതായാലും പോണ വഴിയല്ലേ, ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കുളപ്പള്ളി സെൻറ്ററിൽ നിന്ന് ഒറ്റപ്പാലം റോഡിനോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ്ഡ് ബൈക്സിൻ്റെ ഷോറൂം കാണാം. ഇത് ഇങ്ങനെ എഴുതിയിട്ട് പുറത്ത് കാണാം ബോർഡ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഷോറൂം വരുന്നത്. ഇവിടെ 4 സ്ട്രോക്കൊക്കെ പണിയെടുക്കേണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും 2 സ്ട്രോക്ക് പണിയെടുക്കാനാണ് വന്നിരിക്കുന്നത്. എന്തോ അടിപൊളി വണ്ടി പണിയെടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാരണാവോ. എന്തായാലും ഇവിടെയാണ് നമ്മൾ ഇറക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ വണ്ടി ഇറക്കട്ടെ. എന്താ ടീഷർട്ട് ഇട്ട് വെച്ചാലാണ് നമ്മളെ വണ്ടി പണിയെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്തത്. മിനിറ്റാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വണ്ടി ഇറക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി മുതലാളിയായിട്ടുള്ള ആഷിക്കും നമ്മളെ ഷോപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള അനസ്കയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഓരോ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ട് വരട്ടെ. ഓക്കെ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നും സെപ്പറേറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മളങ്ങനെ മറ്റേ വണ്ടി അവിടെ കൊടുത്ത് നമ്മൾ ഇറങ്ങിട്ടോ. കുഴപ്പമില്ല. ഇത് മച്ചാൻ സൂപ്പർ കേട്ടോ. അനസ് എന്നാണ് പേര് ആളുടെ. ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഒന്നും അറിയാത്തൊരു ആൾ വണ്ടി പണിയെടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും മൂപ്പരാളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്ന് മനസ്സിലാക്കി തന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുള്ളൂ. കാരണം ഒക്കെ നമുക്ക് ഏറ്റവും തെറ്റ് കാര്യങ്ങൾ ആൾ പറഞ്ഞു തരും അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഷോപ്പ് ഇഷ്ടപ്പെട്ടു, ആളെ ഇഷ്ടപ്പെട്ടു, സെറ്റാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വണ്ടിയൊക്കെ പണിയെടുക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് സെർച്ച് ചെയ്യുള്ളൂ. അതെ, കാരണം ഓൻ്റെ വീഡിയോസിലാണെങ്കിലും ഓൻ മുന്നേ ചെയ്ത് വർക്കാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. നമ്മൾ പറഞ്ഞ രീതിയിൽ പറഞ്ഞ സ്പെക്കിലാണ് ചെയ്ത് തരും ഏത് വർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും വണ്ടിയൊക്കെ പണിയെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ സജഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വണ്ടി കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നാട്ടിൽ പോവാണ്. പോണ വഴിക്ക് ആശിക്ക് എന്താ മേടിച്ചത്, നമുക്ക് എന്താ വേണ്ട മേടിച്ചു. ആ, എന്താ വേണ്ടത് മേടിച്ചിരുന്നു പറയണേ. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയി കൊടുത്തു. എന്താണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ഫീല്. നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബില്ലിട്ട് വന്ന് നോക്കുമ്പോഴത്തേനും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതലായി പോയി. പക്ഷെ ആ ബില്ലിനുള്ള
അവസാനം വണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഓക്കെ, എന്തായാലും ഒരു വണ്ടി ഇറങ്ങുമ്പോൾ തൃപ്തിയാവും എന്നുള്ള ലെവലുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ബില്ലിടുമ്പോഴും ആൾ അതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമാക്കിയിട്ട് പറഞ്ഞു തന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതന്നെ വലിയൊരു പ്ലസ് പോയിന്റാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞു, ഞങ്ങൾ നേരെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കട്ടെ അല്ലേ? വെള്ളം അതായത് ജ്യൂസാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നും വിചാരിക്കരുത്. ആശയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഈ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ പോണതുകൊണ്ടാണ് കാര്യമാക്കണ്ട. അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ അപ്പോൾ നമ്മളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ നേരത്തെ കഷ്ടപ്പാടും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുണ്ടും കൂടിയൊക്കെ ചാടി നമ്മളങ്ങനെ നേരെ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് നോക്കാൻ പറഞ്ഞ പോലെ വെള്ളം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കളറുടെ കാര്യം ആരും മറക്കണ്ട. പക്ക പരിപാടിയാണ്, സെറ്റപ്പാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറഞ്ഞു. ഇനി വണ്ടിയുടെ മറ്റേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവനോട് വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഒഴിവിനനുസരിച്ച് അയച്ചു തരും. അത് നമ്മളെല്ലാവരും പാടെ ഒരു വീഡിയോ ആക്കിയിട്ട് ചിലപ്പോൾ അതും അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.